ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ദിവസം നമ്മൾ റീഡിങ്ങിൻ്റെ ക്ലാസ്സിൽ എ പാർട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ റീഡിങ്ങിൻ്റെ ബി പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റീഡിങ് ബി പാർട്ട് ഓറിയൻറ്റേഷൻ ക്ലാസ്സാണ് ഇന്ന്. ബി പാർട്ട് എന്താണ്, എത്ര ക്വസ്റ്റ്യൻസ് ആണുള്ളത്, അതിൻ്റെ കുറച്ച് ടിപ്സ് ഇതെല്ലാമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ എ പാർട്ടിൻ്റെ ക്ലാസ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലുണ്ട്. നിങ്ങൾ എ പാർട്ട് മനസ്സിലായിട്ടില്ല എങ്കിൽ എ പാർട്ടിലേക്ക് പോവുക. നമുക്ക് ഇന്ന് ബി പാർട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ റീഡിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. റീഡിങ്ങിൻ്റെ എ പാർട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ 50 മിനിറ്റ്സ് ആണുള്ളത് റീഡിങ്ങിൽ എ പാർട്ടിനായിട്ട്. അത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ ഷീറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകും. അതിനുശേഷം ബിയും സിയും കൂടെ കൂടി 2 ക്വസ്റ്റ്യൻ അതായിട്ടാണ് നമുക്ക് തരുന്നത്. സോ ബി പാർട്ടിൽ നമുക്ക് 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സിയിൽ നമുക്ക് 16 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സോ ടോട്ടൽ 22 ക്വസ്റ്റ്യൻസ്. എ പാർട്ടിൽ എത്രയായിരുന്നു? 20 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ 20 ക്വസ്റ്റ്യൻസ് പ്ലസ് 22 ക്വസ്റ്റ്യൻസ് 42 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ 42 ക്വസ്റ്റ്യൻസിൽ നമുക്ക് ബി പാർട്ട് ബി സ്കോർ ആണ് വേണ്ടത്. ബി സ്കോർ കിട്ടാനായിട്ട് നമുക്ക് വേണ്ടത് 30 ആണ്. 30 ആണെന്ന് പറഞ്ഞാലും ഒരു 31, 32 അങ്ങനെ ഒരു സ്കോർ നിങ്ങൾ മേടിക്കണം. എന്ന് ചില ദിവസം എക്സാമിന് നമുക്ക് ഇച്ചിരി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് വരുന്നതെങ്കിൽ അവർ 32 ഒക്കെ ആയിരിക്കും ബി സ്കോറായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ അത് ഓരോ എക്സാമിനേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ 30 സ്കോർ ആണെങ്കിലും നമുക്ക് അവർ ബി സ്കോർ തരും. ചിലപ്പോൾ 31, 32 കിട്ടിയാലാണ് ബി സ്കോർ കിട്ടിയുള്ളൂ. അപ്പോൾ കറക്റ്റ് ഒരു ബി സ്കോറിൽ ഒരു 30യിൽ നിൽക്കാതെ ഒരു 31, 32 അങ്ങനെ നമ്മൾ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നെഗറ്റീവ് മാർക്സ് ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് വ്യക്തമായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കണം. പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയില്ല എങ്കിൽ ആ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കരുത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാൻ നോക്കണം. കാരണം നമുക്ക് 42 ക്വസ്റ്റ്യൻസ് 1 അവർ, 42 ക്വസ്റ്റ്യൻസിൻ്റെ ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്സ്. അതിൽ എ പാർട്ട് മാറിപ്പോയി. പിന്നെ ബി പാർട്ടിനകത്ത് 22 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, ബിയും സിയും കൂടെ. സോ നമുക്ക് എത്ര ടൈമുണ്ട്? 45 മിനിറ്റ്സ് ആണുള്ളത്. 45 മിനിറ്റ്സിൽ നിന്നും നമുക്ക് ഒരു ക്വസ്റ്റ്യന് 22 എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യന് അപ്രോക്സിമേറ്റ്ലി 2 മിനിറ്റ്സേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടാതെ പോകുന്ന ക്വസ്റ്റ്യനെ തന്നെ നമ്മൾ സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടൈം വേഗം പോകും. മറ്റുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് എഴുതാനായിട്ട് പറ്റിയെന്നിരിക്കില്ല, അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയെന്നിരിക്കില്ല. പ്രത്യേകിച്ച് ടൈം ചെയ്യുമ്പോൾ ഒത്തിരി എടുക്കുന്ന കുട്ടികൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കണം. ചിലപ്പോൾ നിങ്ങൾക്കൊരു ആൻസർ കിട്ടാത്തത് നിങ്ങൾ ആ ആൻസറിൽ തന്നെ ആ ആൻസർ കിട്ടാൻ വേണ്ടി തന്നെ സ്റ്റക്കായി നിൽക്കുന്നത് കൊണ്ടാണ് മിക്കവാറും നിങ്ങൾക്ക് ആ ആൻസർ കിട്ടാതെ പോകുന്നതിൻ്റെ കാരണം. സോ ആ ആൻസറിൽ തന്നെ നമ്മൾ സ്റ്റക്കായി നിൽക്കാതെ അടുത്ത ക്വസ്റ്റ്യനകത്തേക്ക് പോകുവാനായിട്ട് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ബി പാർട്ടിനെ ഒന്ന് നോക്കാം. എന്താണ് ബി പാർട്ട് എന്നുള്ളത്? ബി പാർട്ട് തൊട്ട് തുടങ്ങുന്നത് 1 എന്ന നമ്പർ തൊട്ടിട്ടാണ്. നമുക്ക് എ പാർട്ട് 20 വരെ കഴിഞ്ഞു. ബി പാർട്ട് വീണ്ടും 1 തൊട്ട് തുടങ്ങുവാണ്. ബിയിൽ 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈച്ച് ക്വസ്റ്റ്യൻസിന് 3 ഓപ്ഷൻസ് ആണുള്ളത്. ഒരു പാരഗ്രാഫും ഉണ്ടാവും, ചിലപ്പോൾ ഒരു 2 പാരഗ്രാഫും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുക? കഴിഞ്ഞ തവണ എ പാർട്ടിൽ ഞാൻ പറഞ്ഞു, നിങ്ങളെപ്പോൾ എ പാർട്ട് ചെയ്യുമ്പോഴും ആദ്യം പാരഗ്രാഫ്സ് ഒന്ന് വായിച്ച് അതൊന്ന് ഫെമിലിയർ ആക്കിയതിന് ശേഷം ഓരോ പാരഗ്രാഫ്സിലും എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് ഫെമിലിയർ ആക്കിയതിന് ശേഷം മാത്രം നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ എ പാർട്ട് പോലെയല്ല, ബി പാർട്ടിൽ ഞാൻ പറയണത് ആദ്യം ക്വസ്റ്റ്യൻ വായിക്കണം. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, പാരഗ്രാഫിലോട്ട് പോവുക. പാരഗ്രാഫ് വായിച്ചതിന് ശേഷം ഓപ്ഷൻസിലോട്ട് വരിക, ഇതൊന്ന്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കുക, അതിനുശേഷം ഓപ്ഷൻസ് വായിക്കുക, അതിൻ്റെ കീവേഡ്സ് എല്ലാം അണ്ടർലൈൻ ചെയ്യുക. ജസ്റ്റ് മനസ്സിൽ നന്നായിട്ട് ഓർത്ത് വയ്ക്കുക ഓപ്ഷൻസ്. അതിനുശേഷം പാരഗ്രാഫിലോട്ടൊന്ന് പോവുക. ഇത് 2ലും ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ളത് അത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് പേഴ്സണലി എപ്പോഴും എല്ലായിടത്തും പറയുന്ന കേൾക്കാം, ഒത്തിരി ട്രെയിനേഴ്സ് പറയുന്നത് കേൾക്കാം, ഒത്തിരി യൂട്യൂബ് വീഡിയോസിലൊക്കെ നമുക്ക് കാണാം. വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം പാരഗ്രാഫിൽ പോയിട്ട് ഓപ്ഷൻസിലോട്ട് വരാനാണ് പറയുന്നത്. മിക്ക കുട്ടികളും അങ്ങനെ തന്നെ പറയുന്ന ആൾക്ക് അവരങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഡോക്ടേഴ്സ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോഴും അവർ കൂടുതലായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് അവർ ആ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ഓപ്ഷൻസ് പോയിട്ടാണ് എപ്പോഴും
പാരഗ്രാഫിലോട്ട് പോകുന്നത്. ഈവൻ എൻ്റെ കാര്യം ചോദിച്ചാലും എനിക്കും അങ്ങനെ തന്നെയാണ്. ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് വായിക്കണം. ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ഓപ്ഷൻസ് വായിക്കാതെ എനിക്ക് പാരഗ്രാഫിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. കാരണം എന്താണെന്നറിയാമോ, എല്ലാവർക്കും ഒരേ മെമ്മറി പവർ അല്ല ഉള്ളത്. എനിക്ക് വളരെ കുറഞ്ഞ മെമ്മറി പവറാണുള്ളത്. സോ അങ്ങനെയുള്ളവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, മെമ്മറി പവർ ഓക്കെയാണ്, വലിയ മെമ്മറി പവർ എന്നല്ല, ഏകദേശം ഓക്കെ ആയിട്ടുള്ളവർക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ വായിച്ചു, അതിനുശേഷം പാരഗ്രാഫിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻസ് വായിക്കാം. പക്ഷേ എനിക്ക് മെമ്മറി പവർ വളരെ കുറവാണ്, എന്നെപ്പോലുള്ളവരുണ്ടാവും. അപ്പോൾ എനിക്ക് ആദ്യം ഓപ്ഷൻസ് ഒന്ന് വായിച്ച് അതിനകത്ത് കീവേഡ്സൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ഒന്ന് ആക്കിയതിന് ശേഷം മാത്രമാണ് പാരഗ്രാഫിലോട്ട് പോയാൽ എനിക്ക് യൂസ് ആയിട്ടുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കണം. ക്വസ്റ്റ്യൻ ഓർമ്മയിൽ ഉണ്ടാകണം. അതിൻ്റെ റീഡ് ഇൻ ഇംഗ്ലീഷ്, അണ്ടർസ്റ്റാൻഡ് ഇൻ യുവർ നേറ്റീവ് ലാംഗ്വേജ് ആൻഡ് ദെൻ റൈറ്റ് ഇൻ ഇംഗ്ലീഷ് ആണ്. നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം നമ്മൾ ബ്ലൈൻഡ്ലി നമ്മൾ ഓപ്ഷനിലോട്ട് പോവുക അല്ലെങ്കിൽ പാരഗ്രാഫിലോട്ട് പോവുകയോ ചെയ്യരുത്. ആ ക്വസ്റ്റ്യൻ വായിച്ച് ആ ക്വസ്റ്റ്യൻ്റെ മലയാളം മീനിങ് എന്താണെന്ന്, നമ്മുടെ ലാംഗ്വേജ് മലയാളമാണ് അല്ലേ, സോ മലയാളം മീനിങ് എന്താണ് ആ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതെന്നുള്ള വ്യക്തമായിട്ട് നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഓപ്ഷൻസോ അല്ലെങ്കിൽ പാരഗ്രാഫിലോട്ടോ പോകാമുള്ളൂ. എന്തിനു വേണ്ടിയാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് നമുക്കറിയില്ല എങ്കിൽ നമുക്ക് ആൻസർ ഡെഫിനറ്റ്ലി നമുക്ക് തെറ്റിപ്പോവും. സോ ആൻസർ ക്വസ്റ്റ്യൻ വായിക്കുക, അർത്ഥം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം കൃത്യമായിട്ട് നിങ്ങൾ ഓപ്ഷനിലേക്ക് പോവുക. ഈ ഒരു മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി അതിനുശേഷം വീണ്ടും നമുക്ക് കാണാം, നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് വായിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഓപ്ഷൻ എ വായിച്ചു, വ്യക്തമായിട്ട് ഓപ്ഷൻ എയുടെ മീനിങ് എന്താണ് അവരുദ്ദേശിക്കുന്നത് അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് അതിനുശേഷം ഒരു കീവേഡ് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. കീവേഡ് അണ്ടർലൈൻ ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കീവേഡ് ഡിറ്റോറിയേറ്റഡ് ഇൻ സം ഏരിയ, അതായിരിക്കും മിക്കവാറും ജോണ്ടീസ് ഈസ് ഡിറ്റോറിയേറ്റഡ് ഇൻ സം ഏരിയ, അതാണ് ഒരു ഓപ്ഷനെങ്കിൽ ഉറപ്പായിട്ട് നമുക്കറിയാം ജോണ്ടീസ് ആണ് ടോപ്പിക്. സോ ഡിറ്റോറിയേറ്റഡ് ഇൻ സം ഏരിയ എന്നുള്ളതാണ് നമുക്ക് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഡിറ്റോറിയേറ്റഡും ചെയ്യണം, അതുപോലെ തന്നെ ഇൻ സം ഏരിയയും ചെയ്യണം. അപ്പം നമ്മുടെ പാരഗ്രാഫിൽ അവർ പറയണം ഓക്കെ ഡിറ്റോറിയേറ്റഡ് അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ഇൻ മെനി ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സം ഏരിയ എന്നുള്ള നമ്മുടെ അവിടെ എലിമിനേറ്റ് ആയിപ്പോയി അല്ലേ. അവർ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ കൂടുതൽ മൊത്തത്തിൽ ഏരിയ എന്നാണ് പറയുന്നത്. പിന്നെ മറ്റുള്ള ഓപ്ഷൻസും കൂടെ വായിച്ച് നോക്കുക. അതിൻ്റെയും അതുപോലെ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ കീവേഡ് അണ്ടർലൈൻ ചെയ്യുക. ഈ കീവേഡ് അണ്ടർലൈൻ ചെയ്യുമ്പോൾ എപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഭയങ്കര വലിയൊരു ഡൗട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ എപ്പോൾ ക്ലാസ് എടുത്താലും പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് ആസ്മ എന്നുള്ളൊരു മെറ്റീരിയൽ ഞാൻ ചെയ്യുവാണ്. നിങ്ങളുടെ കയ്യിലുണ്ടാകും ചിലപ്പോൾ ആസ്മ. അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ഡിസീസ് കണ്ടീഷൻ, അത് ആ കണ്ടീഷനുള്ളവരിൽ കാണുന്ന പ്രത്യേകത എന്തെന്നാണ് ക്വസ്റ്റ്യൻ. എന്നിട്ട് നമുക്ക് പാരഗ്രാഫിൽ നമ്മുടെ പാരഗ്രാഫ് തന്നിട്ടുണ്ട്, ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ആ ഒരു 4 ഓപ്ഷൻ ഉണ്ട് കേട്ടോ, അത് സി ആണ്. 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഓരോ ഓപ്ഷൻ എന്ന് പറയുന്നത് ആ കണ്ടീഷനുള്ളവർക്ക് ഓക്സിജൻ അധികം ആവശ്യമില്ല എന്നാണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അതേസമയത്ത് പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത് വിത്തൗട്ട് ഓക്സിജൻ ഈ ഒരു കണ്ടീഷനുള്ളവർ പെട്ടെന്ന് ഡെത്ത് ആകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തപ്പോൾ കീവേഡ് ആ കൊച്ച് ഓക്സിജൻ വരച്ചു വെച്ചു. പാരഗ്രാഫിൽ പോയി വായിച്ചു, അത് വായിക്കണ പോലുമില്ല. ഞാൻ പറഞ്ഞു ഉത്തരം തെറ്റിപ്പോയപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പാരഗ്രാഫ് അതിൻ്റെ സെൻറ്റൻസിൻ്റെ മലയാളം മീനിങ് ഒന്ന് പറ. എല്ലാ ആൾക്കറിയില്ല, ആളത് വായിച്ചിട്ടുമില്ല, അറിയുമില്ല. അപ്പോൾ അത് ഒത്തിരി ബിലോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണത്. ഒന്നല്ലെങ്കിൽ നമ്മുടെ പൈസ കളയാൻ വേണ്ടി നമ്മൾ എഴുതാതിരിക്കുക, അല്ലെങ്കിൽ അത്രമേൽ നമ്മൾ കഷ്ടപ്പെടുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസ് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പോലും നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അവർ വളരെ പൂവറാണ്, റീഡിങ്ങിൽ ഭയങ്കര പൂവറാണ്, മീനിങ് പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണ്. സോ ഒന്നല്ലെങ്കിൽ നമ്മൾ ഈ എക്സാം ക്വിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വളരെ ഹാർഡ് വർക്ക് ചെയ്യുക, ഓരോ മീനിങ്ങും എടുക്കുക, ഓരോ അർത്ഥവും വായിക്കുക, കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം അതിൻ്റെ മീനിങ് മനസ്സിലാക്കി അവിടെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ത്രൂ ഔട്ട് ഫോളോ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ തന്നെ നമ്മൾ അസസ് ചെയ്യണം, എത്ര ഹൗ മച്ച് എനിക്ക് പറ്റും എന്നുള്ള ഒരു ഒന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെക്കുറിച്ച് തന്നെ നമുക്കൊരു ഐഡൻറ്റിറ്റി വേണം. നമ്മുടെ ട്രെയിനറിനോട് പലപ്പോഴും ചോദിക്കും, ഓക്കെ നിങ്ങൾക്ക് ഞങ്ങൾ എക്സാം എഴുതാറായോ, ഓക്കെ അവർ പറയും എക്സാം എഴുതാറായോ എന്നുള്ളത് കറക്റ്റാണ്. പക്ഷെ അവർ പറയുന്നതിലും ഒപ്പം തന്നെ, അല്ലെങ്കിൽ അവർ പറയുന്നതിനോട് ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾക്ക് എത്രമാത്രമായി, നമുക്ക് എക്സാം എഴുതാറായോ,
നമ്മൾ ബി സ്കോർ അച്ചീവ് ചെയ്യാറായോ എന്നുള്ള നമ്മളെക്കുറിച്ച് തന്നെ നമുക്കൊരു ബോധ്യമുണ്ടാവണം. നമ്മുടെ കഴിവുകൾ, നമ്മുടെ കഴിവുകേടുകൾ, നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ്, നമ്മൾ എത്രത്തോളം ഇനി ഇമ്പ്രൂവ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ ഒരു ബോധ്യം വേണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിച്ച സ്കോർ നമുക്ക് നേടാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ്, അതുപോലെ തന്നെ ബി ഓപ്ഷനും വായിച്ചിട്ട് അതിൻ്റെ കീവേഡ് അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ ആ കീവേഡ് കണ്ട്, ഇപ്പോൾ ഓക്സിജൻ എന്നുള്ള വാക്ക് ബി പാർട്ടി നമ്മുടെ ഓപ്ഷനിൽ കണ്ടു, അണ്ടർലൈൻ ചെയ്തു, ഓടി പാരഗ്രാഫിലോട്ട് പോയി, പാരഗ്രാഫിലും ഓക്സിജൻ കണ്ടു, അതങ്ങോട്ട് എടുത്തു. അങ്ങനെയല്ല, ഓക്സിജനെ കുറിച്ച് എന്താണ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നതെന്നും വീണ്ടും ഓപ്ഷനിൽ വന്നിട്ട് ഓപ്ഷനിൽ എന്താണ് ഓക്സിജനെ കുറിച്ച് പറഞ്ഞതെന്നും രണ്ടും വ്യക്തമായിട്ട് വായിക്കണം. രണ്ടിൻ്റെയും നമ്മുടെ നേറ്റീവ് ലാംഗ്വേജിൽ നമ്മൾ മീനിങ് മനസ്സിലാക്കണം. അതിനുശേഷം രണ്ട് സ്റ്റേറ്റ്മെൻറ്റും സെയിം ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഓപ്ഷൻ എടുക്കുക. ഇല്ല, തെറ്റാണ്, അല്ലെങ്കിൽ ആ രണ്ടിൻ്റെയും വ്യത്യസ്തമായിട്ടുള്ള മീനിങ് ആണ് തരുന്നതെന്ന് തോന്നിപ്പിച്ചാൽ അപ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. എലിമിനേഷൻ ഈസ് ദ ബെസ്റ്റ് മെത്തേഡ്. എലിമിനേറ്റ് ചെയ്ത് മാത്രമാണ് ആൻസർ എടുക്കാമുള്ളൂ. നിങ്ങൾ ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക, അടുത്തതിലോട്ട് പോവുക. സോ എലിമിനേഷൻ അല്ലാതെ ഡയറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാൻ നോക്കരുത്, നമുക്ക് റോങ് ആയിപ്പോവും. അടുത്ത സി ഓപ്ഷൻ അതുപോലെ തന്നെ വായിക്കുക, കീവേഡ് അണ്ടർലൈൻ ചെയ്യുക, പാരഗ്രാഫിലോട്ടേക്ക് പോവുക, അല്ലെങ്കിൽ പാരഗ്രാഫിന് ശേഷം വരിക. എന്തായാലും ഓപ്ഷൻസും പാരഗ്രാഫിലെ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് സെയിം ആണോ എന്ന് നോക്കുക. അതിന് നമ്മളെ സഹായിക്കുന്ന വേർഡാണ് കീവേഡ്. ഈ കീവേഡ് ഏതെങ്കിലും ഒരു സെൻറ്റൻസിലുണ്ടോ എന്ന് നോക്കുക. നമ്മൾ ആ സെൻറ്റൻസിലുണ്ടെന്ന് കണ്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു. നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഉണ്ട്, നമ്മുടെ ഓപ്ഷനിലുണ്ട്. ഇനി ആ ഓപ്ഷനും ആ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ വായിച്ചു നോക്കുക, പാരഗ്രാഫും നമ്മൾ വായിച്ചു നോക്കുക. രണ്ടും നമ്മൾ ഒത്തുപോയാൽ അത് ആൻസറായിട്ട് എടുക്കുക. ചിലപ്പം അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും, ഓപ്ഷനിലെ ജസ്റ്റ് ഓപ്പോസിറ്റ് പറഞ്ഞാൽ അത് റോങ് ആണെന്നായിരിക്കും അവർ അവിടെ വിലയിരുത്തുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പം നോട്ട് ഗീവൺ ആയിരിക്കാം. അപ്പോൾ എന്ത് തന്നെയായാലും അങ്ങനെ വായിക്കുക, അങ്ങനെ ആൻസർ കണ്ടുപിടിക്കാൻ നോക്കുക. 2, 3, 4, 5, 6 ഇങ്ങനെ 6 ക്വസ്റ്റ്യൻസാണ് ബി പാർട്ടിലുള്ളത്. ഓരോന്നിനും 3 ഓപ്ഷൻസാണ്, ഒരു പാരഗ്രാഫാണ്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ചിലപ്പോൾ 1, 2 ചെറിയ പാരഗ്രാഫ് ഉണ്ടാവും. നമ്മൾ മാക്സിമം ബി പാർട്ടിന് ഒരു 1.5 മിനിറ്റ്, അതിൽ കൂടുതൽ കൊടുക്കരുത്. കാരണം സിയിലോട്ടേക്ക് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുക. കാരണം സിയിൽ 4 ഓപ്ഷൻസ് ഉണ്ട്, ഇവിടെ 3 ഓപ്ഷൻസേ ഉള്ളൂ. അപ്പോൾ ഒരു 1.5 മിനിറ്റാണ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കാവുള്ളൂ. അപ്പോൾ 6 അങ്ങനെ 6 വന്നു കഴിയുമ്പോൾ മാക്സിമം ഒരു 11-12 മിനിറ്റ് അങ്ങനെ നിങ്ങൾ ടൈമർ വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി മറ്റൊരു ടിപ്സാണ്, ഏറ്റവും മൊത്തത്തിൽ ടൈം വയ്ക്കാതെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ 1.5 മിനിറ്റ് വെച്ച് നമ്മളൊന്ന് വെച്ചിട്ടൊന്ന് ചെയ്യുക. 1.5 മിനിറ്റിനുള്ളിൽ എത്തിക്കണം. അങ്ങനെ ഡെയിലി ഒരു 1.5 മിനിറ്റ് വെച്ചൊന്ന് ചെയ്ത് നോക്കിയേ ബി പാർട്ട്. ഓരോ ക്വസ്റ്റ്യനും 1.5 വെച്ച് അതിനുള്ളിൽ നമുക്ക് എത്തണം. അപ്പോൾ ആദ്യത്തെ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. ടൈമർ ഓഫ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ വിടരുത്. ബാക്കിയുള്ള സമയത്ത് നമ്മൾ തന്നെ ചെയ്യുക, ടൈമർ വയ്ക്കാതെ. അടുത്ത ക്വസ്റ്റ്യൻ ടൈമർ വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഡേ ബൈ ഡേ ചെയ്യുമ്പോൾ നമുക്ക് ആ 1.5 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരും. അപ്പോൾ ഇതാണ് ബി പാർട്ട്. ബി പാർട്ടിൽ ഒരു 6 ക്വസ്റ്റ്യനാണുള്ളത്, 3 ഓപ്ഷൻസ്, ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ബി പാർട്ടിൻ്റെ എക്സ്പ്ലനേഷൻ റീഡിങ്ങിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ സി പാർട്ടിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് നമുക്ക് കാണാം. സോ താങ്ക് യു സോ മച്ച്. Have a nice day.